ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓ സമ്മതിക്കൂല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം പിന്നെന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് ഹോസ്റ്റലല്ലേ, ഇന്ന് ഹോസ്റ്റലുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഈവനിങ് വ്ളോഗ് എന്ന് വെച്ചാൽ സമയം ഒരു 6 മണി 6:45 6:30 കഴിഞ്ഞ് ഈവനിങ് ഒക്കെ കഴിയാറായി. മിക്കവാറും നൈറ്റ് വ്ളോഗ് ആക്കേണ്ടി വരും. അപ്പോൾ ഒരു ഈവനിങ് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൽ സാധാരണ ഒരു അവധിയുള്ള ദിവസം എങ്ങനെ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, രാവിലെ കുളിയും നനയൊന്നുമില്ല. അതുപോലെ രാവിലെ ഇവിടെ രണ്ടെണ്ണം അനാമികയും സൺഡേയും കോളേജിൽ പോയേക്കുമായിരുന്നു. എന്തോ ഞങ്ങളുടെ കോളേജിൽ ഒരു അലൂമിനിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അവർ അതിന് പോയേക്കുമായിരുന്നു. ഞങ്ങൾ പോയില്ല, എനിക്കൊന്നും വയ്യായിരുന്നു പോകാൻ. അവിടെ ഞാൻ പോയില്ല, രൂപയും പോയില്ല. ഞങ്ങൾ രണ്ടും, ഞാനും മിന്നും ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്കും കുറച്ച് ഓണായി, കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. മൂഡ് ഓഫ് മീൻസ് കുറച്ച് ബോറിംഗ് ആയിരുന്നു ദിവസം. ആരില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന് കുറച്ച് ബോറൊക്കെ അടിച്ച്. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്കും കുറച്ച് ഓണായി. അപ്പോൾ വെച്ച് നമ്മൾ കുളിച്ച് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞാൻ ബർത്ത്ഡേയുടെ ഷോർട്സ് ഇട്ടപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇരുന്നായിരുന്നു. ഞങ്ങൾ ഇന്നലെ തൊട്ട് ടെറസിൻ്റെ മുകളിൽ തുണി വിരിക്കാൻ പോകും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് തുണി നനയ്ക്കുമല്ലോ, അപ്പോൾ തുണി നമുക്ക് റൂമിലൊന്നും വിരിക്കാൻ പറ്റില്ല. നമ്മൾ മേളിൽ ടെറസിലാണ് ഇത് കെട്ടിയേക്കുന്നത്, അയ കെട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടാണ് സാധനം വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും. ബക്കറ്റും തുണി 3rd ഫ്ലോറിൻ്റെ മേളിലാണ് ടെറസ്. അപ്പം നമ്മൾ അത്രയും സ്റ്റെപ്പ് വരെ അവിടെ ചെന്ന് ബക്കറ്റും തൂക്കി അവിടെ ഇരുന്ന് തുണി വിരിച്ചിട്ട് എന്തെടുക്കും, കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറയും. കുറച്ച് നേരം കഥയൊക്കെ പിടിച്ച് കുറച്ച് ന്യൂസ് ആൻഡ് സ്റ്റോക്കൊക്കെ ചെയ്യും. കപ്പയാ പോയില്ല, അതുകൊണ്ട് ഓക്കെ. വൈകിട്ട് കപ്പയായിരുന്നു. ഞാൻ എനിക്ക് വിശന്ന് നോക്കിയപ്പോൾ കപ്പ, അതുകൊണ്ടൊക്കെ വേണ്ടെന്ന്. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ നോക്കിയപ്പോൾ മേളിൽ പോവും, തുണി വിരിക്കും, അവിടെ നിന്ന് കുറച്ച് നേരം കഥയൊക്കെ പറയും. അത്ര ഉള്ള ഈ റൂമിലെ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും കുളിച്ച് അനാമിക തലയൊന്നും നനച്ചില്ല. അപ്പം ഞാൻ മാത്രമേ ഇവിടെ തല നനച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും തലയൊന്നും നനച്ചിട്ടില്ല. അപ്പം നമുക്ക് മേളിൽ പോവാം. ആക്ച്വലി കൈ വേദനിക്കും നിന്നെ പിടിച്ചിട്ട്. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എല്ലാം ചെയ്യൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിങ് കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതൊക്കെ ചെയ്തേക്കങ്ങ്. പിന്നെ പകരം ഇവിടെ ഇരുന്നിട്ട് ഞാൻ സ്ത്രീ കണ്ട്, എനിക്ക് സ്ത്രീ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം 2 ദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് പകരം ഇവിടെ ചുമ്മാ ഇരുന്നപ്പോൾ അത് കണ്ട് അപ്പം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഗായ്സ്, നമുക്ക് നോക്കാം, മേളിൽ പോവും. ഇവരൊക്കെ ഇങ്ങനെ കുത്തി അവിടെ എവിടെയും കുത്തിയിരിക്കുക. ഇവരെ വിളിച്ചുകൊണ്ട് മേളിൽ പോകണം. ഓക്കെ, കാരണം മേളിലെ കുറച്ച് ഇരുട്ടായ രസം കാണത്തില്ല കാണാൻ. അതുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് ഇപ്പം ഞാൻ മേളിൽ പോകും. ഓക്കെ, ബൈ. മിന്നു അമ്മേനെ വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ സനില ഒരു തെണ്ടിക്കൊച്ചിനെ പോലെ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കൂ സനില, അമ്മനെ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, മേളിൽ പോവാം ഗൈസ്, വാ മേളിൽ പോവാം. വീട്ടിലുള്ള തുണിയെല്ലാം ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് മേളിയിടണം. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ചെയ്തേ പറ്റും. കാരണം ചെയ്ത് എന്നോട് വീട്ടുകാരായില്ല. സോ നമുക്ക് തുണി വേണം, നമ്മൾ തന്നെ നനച്ചുണക്കി വേണം. ഇവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നാൽ എൻ്റെ പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോവാണ്. സോ ഇന്ന് ടെറസിലോട്ട് സോളോ ട്രിപ്പ്. ബൈ ഗൈസ്. അപ്പം അവരോട് കണ്ട് നമ്മൾ ഇറങ്ങി. എനിക്കവരില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. എന്നെ ആരും തോപ്പിക്കണ്ട. അവരില്ല, ഞാൻ തന്നെ പോവും എൻ്റെ ബക്കറ്റ് കൊണ്ട്. അവരുടെ വിചാരം അവരില്ലെങ്കിൽ ഞാൻ തുണിയൊന്നും വിരിക്കത്തില്ല. ഞാൻ പോവും. കുറച്ച് ടാസ്ക്കാണ്. നേരത്തെ കഥയൊക്കെ പറഞ്ഞ് അവരോട് കയറായിരുന്നു. പക്ഷെ ഇരുട്ടാണല്ലേ. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഹോസ്റ്റലാണ്. തുണി വിരിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് നേരം ചുമ്മാ നിന്ന് കാണിക്കും. കാരണം ഇത് ചിലപ്പോൾ ഇത് കഴിയുമ്പം ഇട്ട് വീഴും പെട്ടെന്ന് ഇവിടെ. അപ്പം നമുക്ക് ക്യാമറയിലൊന്നും കിട്ടത്തില്ല. സോ നമുക്കൊന്ന് കാണാം. ഇന്നലെ ഇതേപോലെ ഈ സമയത്ത് വന്ന് പിന്നെ തിരിച്ച് താഴത്തിറങ്ങിയത് ഡിന്നർ കഴിക്കാൻ ബെല്ലടിച്ചപ്പോഴാണ്. ഒരു 8:30 ആയപ്പോൾ. അതുവരെ ഇവിടെ നിന്ന് കഥ പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച്. ഇത് കാടൊന്നും അല്ല കേട്ടോ, അവിടെ ഇവിടെ
ഒക്കെ വീടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മേ ബി ലൈറ്റ് കാണും. അപ്പം ഞാൻ കാണിച്ചു തരാം ഷൂട്ട്. അപ്പം ആരും വന്നില്ല. ഞാൻ പിണങ്ങിയൊക്കെ ഇറങ്ങുന്നതല്ല റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ആരും വന്നിട്ടില്ല. പിണങ്ങി ഇറങ്ങുന്ന രീതിയിലൊക്കെയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അവരാരും എൻ്റെ പിണക്കത്തിന് ഒരു വിലയും തന്നില്ല. ആരും വന്നില്ല. എന്നെ ആരും ഫോളോ ചെയ്ത് വന്നില്ല. ഇവിടെ ഭയങ്കര രസമാണ്. കുറച്ചൊക്കെ കൊണ്ട് കാറ്റുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. ഇന്നത്തെ കാറ്റി വിരിച്ചിട്ട തുണിയുടെയൊക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. കിടക്കുന്നത് കണ്ടോ? എൻ്റെ പാൻറ്റാണ് ആ കിടക്കുന്നത്. കണ്ടവൻ്റെ അയ്യേ കണ്ടോ? പാൻറ്റ് താഴെ കിടക്കുന്ന കോട്ട്. എൻ്റെ കോട്ടിൻ്റെ ഒന്നും തിരുമ്പണമെന്ന് തോന്നുന്നത്. എൻ്റെ പ്രതിഷേധമൊന്നുമില്ല എന്നെ ഫോളോ ചെയ്ത് ആരാത്തും. കാരണം ഞാൻ ഇവരിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നെ ആർക്കും ഈ റൂമിൽ ഇഷ്ടമൊന്നുമല്ല. എന്നെ ഇഷ്ടമല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കിടക്കുന്നുണ്ട്. എൻ്റെ കോട്ട് പറന്ന് ഇവിടെ ആയിരുന്നു. ഇന്നലത്തെ കാറ്റ് എല്ലാവരെയും പറന്ന് കണ്ട വന്ന് എല്ലാരും വന്ന്. എല്ലാരും വന്നു. സോ ഇനി കുറച്ചുകൂടെ കഥ പറയും. നിന്ന് തുണി വിരിക്കണം ആദ്യം. ആക്ച്വലി ഈ ഫോൺ ഞാൻ കുറച്ച് റിസ്കിലാണ് വെച്ചിരിക്കുന്നത്. മിക്കവാറും ഐഫോണിൻ്റെ ഗ്ലാസ് ഞാൻ മാറേണ്ടി വരും. ഓക്കെ, ഇതാണ്ട് നല്ല തുണി ഇരിക്കുന്നു. അവിടെ ഇന്നലെ പറന്നു പോയ തുണിയൊക്കെ താഴേന്ന് പെറുക്കി എടുത്തോണ്ടിരിക്കുക. ഒരു വ്ലോഗർ, അയ്യോ അത് കഴിഞ്ഞ സീൻ കഴിഞ്ഞ്. അല്ല, എന്നെക്കാട്ടി വലിയൊരു വ്ലോഗർ അവിടെ എടുക്കുന്ന. തുണി വിരിച്ചിട്ട് വരാം. കാര്യമായി ഇന്നലെ ഇതൊക്കെ ഇട്ടിട്ട് പോയത്. എന്തെടുത്തതിന്റെ അവസ്ഥ? ഇതൊക്കെ ഉണങ്ങിയടി. ഉണങ്ങി കാറ്റുണ്ട്. ഒരു റിസ്കിൽ അതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഹാൻഡിൽ വെച്ച് കയറേ. വീട്ടിൽ ഇതൊക്കെ സുഖത്തി ചെയ്തോണ്ടിരുന്നു. വീട്ടിലാരും നനച്ചിടാനൊക്കെ ആളുണ്ടായിരുന്നു. ഇവിടെ നനച്ചിടാൻ ആരുമില്ല. വേലക്കാരി ജാനു ചവിട്ടയാ. ബാക്കി തുണി കൊണ്ട് പിരിച്ചിട്ട് വരാം. ഇപ്പൊ കുറച്ച് ബിസിയാണ് എല്ലാരും ഫോണിലാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ബാക്ക് ടു ട്രാക്കാണ്. എല്ലാരും ഫോണിലാണ്. ബാങ്ക് കേൾക്കുന്നു. ഐ തിങ്ക് 6:45 തോന്നുന്നു. 6:45 സമയത്രായി? അമ്മ സമയത്രായി? 6:58. 7 മണിയാവുന്നു. ഇപ്പോൾ വലിയ ഇരുട്ടൊന്നുമില്ല. പിന്നെന്താ, രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. ഞങ്ങളും ഈ ഹോസ്റ്റലിൽ കണ്ട് ഒരുപാട് നാളൊന്നും ആയില്ല. ആകാശമൊക്കെ കണ്ടാൽ രസമില്ലേ? കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് ഷോട്ടാ. എല്ലാരും അവരവരുടെ പണിയില്ല. എന്തൊരു മര്യാദ കെട്ട പിള്ളാരാ. സനില ഇങ്ങ് വാ. ഞാൻ എറിഞ്ഞ സാധനം അസാ, ടെറസിൽ കളിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ ഗെയിം കബഡി. കളിച്ചാലോ? അമ്മാനി ഇന്ന് കോളേജിൽ പാട്ട് പാടി. നമുക്ക് അമ്മാനിയോട് 2 പേര് ചോദിക്കാം പാട്ട് പാടാൻ. വലിയ ഷോ ഒക്കെ ഇറക്കും, പക്ഷെ നമ്മള് ഇന്ന് പാടിപ്പിക്കും. ഓക്കെ, 2 ലൈൻ മതി. അവിടെ വേറെ മനുഷ്യൻ പഠിച്ചു. അല്ലെങ്കിൽ ഈ കഴിവുള്ളവന്മാരുടെ മെയിൻ അഹങ്കാരം ഈ പാട്ട്. അതും പ്രത്യേകിച്ച് ഈ പാട്ട് പാടുന്നവരെ നമ്മൾ ഈ പറയും പാട്ട് അവർക്കും അറിയാം പാട്ടോട് നല്ല. എന്നിട്ട് പറയും ഇത്ര ഊളപ്പാട്ടെന്ന്. അമ്മാനി പറഞ്ഞ 2 ലൈൻ പാട്. അതിനെന്താ? വാ 2 ലൈൻ.
കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ലായിരിക്കും. അത്ര നന്നായിട്ടുള്ള പാടുന്നത് പാടേ. അന്ന് ഞാൻ ബാക്ക് ക്യാമറ എടുത്തോ. എന്നാ ബാ പാടാ മണി. ഇവിടെ അത് കരിങ്കാട് എല്ലി ആ സാധന. ഓ நேற்று இல்லாத மாற்றம் என்னது காற்று என் காதில் ஏதோ சொன்னது இதுதான் காதல் என்பதா எளிமை பூக்கி விட்டதா இதயம் சிந்தி விட்டதா சொல் மனமே. ഓക്കേ പാട്ട് പാടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പാടുന്നുണ്ട്. അങ്ങ് അഹങ്കാരം എല്ലാത്തിനും. പക്ഷെ ലൈറ്റ് പോയി തുടങ്ങി. ഇതൊക്കെ തന്നെയുള്ളു വൈകിട്ടൂടെ കാണാൻ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ആ ഗായ്സ് ഞങ്ങളുടെ കണ്ണാടി ഈയിടെ ഒരു കണ്ണാടി റൂമിൽ പൊട്ടിച്ചായിരുന്നു. ആ കണ്ണാടി ആണ് ഇപ്പോൾ അവിടെ കിടക്കും. കിട്ടി ഗായ്സ് ഞങ്ങളുടെ കോളേജ് കുറച്ച് മലയുടെ മണ്ടയ്ക്കാണ് ആ കോളേജ്. കുറച്ചല്ല കുറച്ച് കൂടുതൽ. അവിടെ നിന്ന് ഇങ്ങനെ ഇത് ഇത്രയുണ്ട് കോളേജ്. ബട്ട് ഇവിടെ കാടാണെന്നും കാണുന്നില്ല. അമ്മാനിതാ തെണ്ടി പെറുക്കിയിരിക്കുന്നു. ഗൈസ് ഫുഡ് ഓർഡർ ചെയ്ത് പണി കിട്ടി. അല്ലാണ്ട് ഇതെന്താ ഹോസ്റ്റലേഴ്സിന് ഫുഡ് വെളിയിൽ ഓർഡർ ചെയ്യാൻ പറ്റൂല? അത് കഷ്ടാ. എപ്പോഴും ഇവരുന്ന ഫുഡിനെ അടിക്കണം. ഇറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ ജീപേ നമ്പർ ഉണ്ടോ? ഞാൻ അയച്ചല്ല. നമ്മൾ എന്നാലും ഇറങ്ങിപ്പോയി മേടിക്കണോ? പണി കിട്ടി. സെക്യൂരിറ്റിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അത് ഞാൻ ഈ സൗണ്ട് ഇന്നലെ ഞാൻ കേട്ടത് ജനലിന്റെ അടുത്താണ്. ഇവിടെ പട്ടി ശിവു ഉണ്ട്. ഗൈസ് നമ്പർ പറയോ? പൈസ ഒരു ദിവസം ഫുള്ള് ഒരു ദിവസമല്ല, ഇപ്പം ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ വന്നിട്ട് ഈ ഹോസ്റ്റലിൽ എത്രയോ ദിവസമായി. ഈ ഹോസ്റ്റലിലെ ഫുഡ് കംപ്ലീറ്റ് കഴിച്ച് മനുഷ്യൻ മടുത്ത്. അങ്ങനെ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർഡർ ചെയ്തപ്പം ഇവിടെ എല്ലാവരും ഓർഡർ ചെയ്യുന്നതാണ്. ഓർഡർ ചെയ്തപ്പം താണ്ട ആ ഡെലിവറി ബോയിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന ആൻറ്റി. ആ കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? താണ്ടെ ഇറ്റ്സ് നോട്ട് ഫെയർ. ഇത് ഞാൻ സമ്മതിക്കുന്നതല്ല. ഗൈസ് എല്ലാരും ഓർഡർ ചെയ്തു, ഞങ്ങൾ ഓർഡർ ചെയ്തു. കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല. ഓക്കെ ഞാൻ സാധനം മേടിക്കും എന്താണേലും. ആൻറ്റി ഓടിക്കുമെന്ന് തോന്നുന്നു. ഗൈസ് ഫുഡ് ഓർഡർ ആക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നിങ്ങൾ തന്നെ പേടിക്കണം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ പേടി. എന്തിനു പേടിക്കാനാ? ആർക്കാ പേടി? നമുക്ക് പോയിട്ട് വരാന്ന്. ഞാൻ എന്റെ കയ്യിലേക്ക് അത് മുന്നിക്ക് സെക്യൂരിറ്റി മുന്നിൽ കണ്ട് ചെന്നതും അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോ ഒരെണ്ണം ഇതാണ്, നോക്കുമ്പോ മുന്നിൽ കൂടെ രണ്ടെണ്ണം നടന്നു. ഞാൻ വന്നില്ലേ? ഞാൻ എന്റെ കയ്യിലെ ഫോൺ കണ്ടപ്പോഴത്തേക്കും ഒന്ന് അവരൊന്ന് പേടിച്ച് എന്താ സംഭവം. ഇല്ല അവര് പേടിച്ചു പോയി എന്റെ ഫോൺ ഇരുന്നപ്പോ. അപ്പൊ പാവം ആ കൊണ്ടുവന്ന് ചേട്ടൻ അബദ്ധം വരുന്ന ചേട്ടന്റെ ഫോട്ടോ ഒക്കെ എടുത്ത്. ആ അയാൾക്കിപ്പോ എന്തുവാ? അയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. അയാൾക്ക് എന്തോ വിഷയം? അയാൾക്ക് എന്തുവാ? ഒന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ പറയുന്നേ കറക്റ്റ്. പിന്നെ പറയുന്നേ കറക്റ്റ് അല്ല. പിന്നെ പറയുന്നേ കറക്റ്റ് 7:30 ആയില്ലേ? 7:30 ആയില്ലേ? ഇത്രയും 7:30 ഫുഡ് ഡെലിവറി രാത്രി 10 മണിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വന്നു. സെക്യൂരിറ്റി മേടിച്ചെന്ന് ഓർമ്മയില്ല. ശരിയാ. ഹോസ്റ്റലിന് കൊന്നേനെ ഇപ്പൊ എല്ലാരും. ഗൈസ് അപ്പൊ നമ്മള് ഇന്ന് എന്താ, നമ്മളിന്ന് ടെറസിലിരുന്ന് കൊറേ കഥയൊക്കെ പറയാന്ന് വിചാരിച്ചു പോയതാ. ഒന്നും നടന്നില്ല. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ.
അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളു. ദിവസം വൈകിട്ട് ഇത്ര കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലോ, ഇനിയൊന്നും ചെയ്യാനില്ല. കുറച്ച് വെള്ളം ട്രാൻസ്ഫർ ചെയ്ത ഒരു കുപ്പിയിൽ നിന്ന് ഒരു കുപ്പിയിലോട്ട് വെള്ളം വീണ്. അപ്പം ഇത്രേ ഉള്ളു ഗൈസ്. അപ്പം ഇത്രേ ഉള്ളു ഒരു ഹോസ്റ്റലിൽ എന്താ കോളേജിൽ പോകാത്തപ്പം ഒരു ഹോസ്റ്റലിൽ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെന്താ ഇനി എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. ഇല്ല കളിക്കുവോ? ചീട്ട് കളിച്ചാലോ? ഇപ്പൊ കളിക്കാം അതാവുമ്പോ പിന്നെ കിടക്കാലോ. അല്ല അതിനെന്താ ഇപ്പൊ കളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ 2-3 കളി നിർത്താലോ. ഇനി കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ഇനി ചീട്ട് കളിക്കാം. ചീട്ട് എടുത്തിട്ടാ നീ ഷഫിൾ ചെയ്തിട്ട് ഷഫിൾ ചെയ്ത് തോക്കൂല. ഞാൻ ഷഫിൾ ചെയ്ത കളിയാ തോറ്റത്. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്. അല്ല നമ്മളിനി ചീട്ട് കളിക്കും, കാർഡ് കളിക്കും, കുറച്ചു നേരം ഒരു 5-6 കളി അത് കളിക്കും. പിന്നെന്തെടുക്കും, എല്ലാവരും ബാക്ക് ടു അവരവരുടെ ബെഡ്. കിടക്കൂലായിരിക്കും, ഇങ്ങനെ ഫോൺ വിളിക്കും. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കും, അത് അറ്റൻഡ് ചെയ്യും. പിന്നെ കുറച്ചു നേരം ഇത്രയൊക്കെ ഉള്ളു. പിന്നെന്താ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തമ്മി ഇതൊന്നുമില്ല. എല്ലാവരും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, വേറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെന്താ കുറച്ച് കഴിയുമ്പോൾ കിടക്കും. 12 മണി ഒക്കെ ആകുമ്പോൾ ഉറങ്ങും. ഗൈസ് ഫസ്റ്റ് കളി ഞാൻ ജയിച്ചു. മണി വെട്ടിയിട്ട് മരിച്ചു. സാധാരണ വെട്ടിയിട്ടാണുള്ളത് ഇവിടെ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈവനിങ് വ്ലോഗാണ് കാണിച്ചത്. വേറൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് സാധാരണ കുറച്ച് നേരം നമ്മളെന്താ ടെറസിൽ നിന്ന് കഥ പറയായിരുന്നു. ഇന്ന് ഫുഡിൻ്റെ ഇഷ്യൂ ഒന്നുകൊണ്ട് നമ്മൾ അതും ചെയ്തില്ല. പെട്ടെന്ന് താഴെ വന്ന് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇത്രേ ഉള്ളൂ. ഓക്കേ, കള്ളി ഓക്കെ ഇത്രേ ഉള്ളൂ. അപ്പം ഗൈസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, അത്രേ ഉള്ളൂ. അപ്പം ടിങ് കൂടെ അടിച്ചു പൊട്ടിച്ചേക്ക്. ഓക്കെ, ബൈ.